ദക്ഷയാഗത്തിൽ സതീദേവി ദേഹത്യാഗം ചെയ്തതിനു ശേഷം ദുഃഖിതനായ ശിവൻ സദാസമയവും കൊടും തപസ്സിൽ മുഴുകി. ദാക്ഷായണിയായ സതീദേവി ഹിമവാന്റെ പുത്രിയായ പാർവതിയായി പുനർജനിച്ചു. പാർവതി വളർന്നു യുവതിയായി മാറിയപ്പോൾ നാരദമുനി ഹിമവത് സന്നിധിയിൽ എത്തിച്ചേരുകയും പരമശിവനെ ഭർത്താവായി ലഭിക്കുവാൻ പാർവതിയെ തപസ്സിന് അയക്കണം എന്നും ഹിമവാനോട് പറയുകയും ചെയ്തു. അങ്ങനെ പാർവതി കൈലാസത്തിൽ എത്തുകയും ഭഗവാനെ ഭർത്താവായി ലഭിക്കാൻ കൊടും തപസ് ചെയ്യുകയും ചെയ്തു. ഈ സമയം ദേവലോകം കീഴടക്കിയ താരകാസുരനെ വധിക്കുവാനായി ശിവപുത്രൻ മാത്രമേ സാധിക്കൂ എന്നറിഞ്ഞ ഇന്ദ്രദേവൻ തപസ് മുടക്കുവാനായി കാമദേവനെ കൈലാസത്തിലേക്ക് അയക്കുന്നു. കാമദേവൻ രതിദേവിയുമായി എത്തി പുഷ്പബാണങ്ങൾ ശിവന് നേരെ ഉതിർത്തു. ശിവൻ കണ്ണു തുറന്നു. അപ്പോൾ ഭഗവാൻ പാർവതിയെ കാണുകയും അദ്ദേഹത്തിന് ദേവിയിൽ അനുരാഗം ജനിക്കുകയും ചെയ്തു. എന്നാൽ പെട്ടെന്ന് പരിസരബോധം വീണ ഭഗവാൻ തൃക്കണ്ണു തുറന്നു. ആ മൂന്നാം കണ്ണിൽ നിന്നും അതിശക്തമായ അഗ്നിജ്വാലകൾ പുറപ്പെട്ടു.